വത്സലരേ ദൂര എന്തിനും നിൽക്കുന്നൻ അരികിൽ വരുവിൻ ശ്ലോമോ തരുവിൻ പ്രാർത്ഥിച്ചിടുവിൻ. സങ്കട കീർത്തനമൻ പേർക്കായി പാടിടുവിൻ. മൃതി പാതാള കവാടത്തിൽ ബന്ധിച്ചെന്നെ. എന്റെ വാത്സല്യമുള്ളവരെ, നിങ്ങൾ എന്തിന് അകലെ നിൽക്കുന്നു? എന്നെ സമീപിച്ച് എനിക്ക് സമാധാനം തന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നെടുവീർപ്പോടുകൂടെ എന്നെക്കുറിച്ച് വിലപിക്കുകയും ചെയ്യുകയും. എന്തെന്നാൽ ഇതാ ഇന്ന് മരണം പാതാളത്തിന്റെ വാതിൽക്കൽ വെച്ച് എന്നെ അടിച്ചു വീഴ്ത്തിയിരിക്കുന്നു. മരണത്തിൻ ദൂതൻ പിറകെ വന്നപ്പോൾ ചുറ്റും പാർത്തേ തുണ ചെയ്യുവാൻ വന്നിൽ ആരും. വിളി കൂട്ടുന്നോർക്ക വെളിവാകും നാഥ, നിൻ ദൈവികമാ വലഭാഗേ നിർത്തണമെന്നേ. മരണദൂതൻ എൻ്റെ പിന്നാലെ വന്നപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തേക്കും സൂക്ഷിച്ചു നോക്കി. എന്റെ സഹായത്തിന് ആരെയും ഞാൻ കണ്ടില്ല. തന്നോടപേക്ഷിക്കുന്നവർക്ക് പ്രത്യക്ഷപ്പെടുന്നവനായ കർത്താവേ, നിന്റെ ദൈവത്വത്തിന്റെ വലതുഭാഗത്ത് ഈ ദാസനെ നിർത്തണമേ.
എന്നകത്താ വിളകിടുന്നു. ജഗതീരക്ഷകനാ മശീഹ നൃപനൻ കാൾവീട്ടതിന പോകുന്നേ. ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരീക്ഷയിലേക്ക് ശക്തിയും നിറഞ്ഞമറിയമേ നിനക്ക് സമാധാനം. സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു, വാഴ്ത്തപ്പെട്ടവനാകുന്നു. സൗഭാഗ്യം നിങ്ങൾക്കുദ്ധാനത്തിനാളിൽ ഉൾക്കൊണ്ടൊരു തിരുമയും മോചനമേകും തിരുരക്തമതും നിങ്ങൾ അതിർത്തിടും വലഭാഗേ നാമെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദാ നേരവും ഇടപെടാതെ കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും അപകടപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ന്യായാധിപതിയുമായ കർത്താവിന് സ്തുതി. തന്റെ ദാസന്റെ സംസ്കാര ശുശ്രൂഷ നടക്കുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും നിനക്ക് യോഗ്യമാകുന്നു. ആദിയിലുണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്ക് നിലനിൽക്കുന്നവനും തന്റെ പിതാവിന്റെ ബഹുത്വത്തിൽ വിശുദ്ധ മാലാഖമാരോടുകൂടെ വരുവാനിരിക്കുന്നവനുമായ മിശിഹാതമ്പുരാനെയും സംഖ്യാതീതമായ നിരകളും ഗണങ്ങളും 10,000 തിരുമുൻപാകെ പരിഭ്രമിച്ചു നിൽക്കുന്നു. ക്രൂബന്മാരും സ്ഥിരതയുള്ള ഗണങ്ങളും സ്വർഗീയ മേഘങ്ങൾ നിന്നെ ആഘോഷിക്കുന്നു. നിന്റെ ശബ്ദത്തിൽ നീ ഒട്ടഹസിക്കുമ്പോൾ മഴം വീണു പോവുകയും പാതാളം നശിച്ചു പോവുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമിയിൽ ദ്രവിച്ചു ചേർന്നു പോയ സർവശരീരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിന്റെയും സൃഷ്ടാവും നിർമ്മിതാവും എന്ന നിലയിൽ സൃഷ്ടിശക്തിയുള്ള വചനത്താൽ നീ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നല്ലതാകട്ടെ തീയതാകട്ടെ അവനവൻ പ്രവർത്തിച്ചിട്ടുള്ളവയെ കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിഭ്രമജനകവും ഭയങ്കരവുമായ നിന്റെ സിംഹാസനത്തിന് മുൻപാകെ വന്നുകൂടുകയും ചെയ്യുന്നു. ബലവാനും കാരുണ്യവാനുമായ ദൈവമായ കർത്താവേ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സമയത്ത് നിന്നിലുള്ള പ്രത്യാശയിൽ നിന്നെ പ്രാപിച്ചിരിക്കുന്ന ഈ സഹോദരനെ എന്റെ വലതുഭാഗത്ത് നിർത്തണമേ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന അവനും എന്നിലും ഞാൻ അവനിലും അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നുള്ള കർത്തൃവചനം നിറവേറുവാൻ ഈ ദാസനിടയാക്കുമാറാകണമേ. ഞങ്ങളും ഞങ്ങളുടെ വിശ്വാസികളായ വാങ്ങിപ്പോയവരും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കൈയേറ്റുമാറാകണമേ. മക്കളിലപ്പൻ കൃപ ചെയ്യുന്നതുപോലെ ഹല്ലേലൂയ
ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ശരണത്താലേ നിൻ കൃപയിൽ ഏവർക്കും നൽകുന്നു നിന്നെ സ്തുതിയിടുന്നു മാർക്കുമോ എന്റെ ശരീരം പോകാനായി വിടാൻ ഞാൻ എന്റെ മകൻ ജീവിപ്പാലങ്ങത്തിട്ട് മരിച്ചത് ഞാൻ ഇന്നും മഹത്വം അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ വളരെ ദുഃഖം നിറയുന്ന ദിവസങ്ങളാവുന്നുവല്ലോ. ഇന്നലെയും ഇന്നുമായി 2 മരണങ്ങൾ, 2 സംസ്കാര ശുശ്രൂഷകൾ നടക്കുമ്പോൾ തീർച്ചയായിട്ടും ദേശവാസികളായിട്ടും എല്ലാവർക്കും വിഷമം കൂടുതലായിട്ട് ഉണ്ടാവുകയും ചെയ്യും. മരണം എന്നുള്ളത് ഒരു സത്യമാകുന്നുവല്ലോ. അപ്രകാരം നാം എല്ലാവരും ഒരു ദിവസം മരണത്തെ നേരിടേണ്ടതായിട്ടുമുണ്ട്. അവനവൻ ശരീരത്തിരിക്കുമ്പോൾ നല്ലതാകലും തീയതാകലും എന്നതിലുള്ള പ്രതിഫലം പ്രാപിക്കുവാൻ തക്കതിനുള്ള ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വിശുദ്ധമായി ജീവിക്കുവാനും നല്ല ഒരു അവസാനം പ്രാപിക്കുവാനും അതിലൂടെ നീ നിന്നോട് പ്രതീക്ഷയിലായിരിക്കുമെന്നുള്ള ശബ്ദം കേട്ടുകൊണ്ട് പ്രതീക്ഷയുടെ അനുഭവത്തിലേക്ക് മാറ്റപ്പെടുവാനും നമുക്ക് എല്ലാവർക്കും ദൈവം സംഗതിയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. മരണത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും പ്രത്യാശ നിറഞ്ഞിരിക്കുന്ന ഒരു വിശ്വാസമാകുന്നവല്ലോ ഉള്ളത്. ആ പ്രത്യാശ എന്ന് പറയുന്നത് രണ്ടാമത്തെ വരവെങ്കിൽ നമുക്ക് പ്രത്യക്ഷതയോടുകൂടി കർത്താവിനെ എതിരേൽക്കുവാനായിട്ട് നമുക്കും ഇടയാകണം എന്നുള്ള ആശയമാകുന്നവല്ലോ പ്രത്യാശയം നിറഞ്ഞിരിക്കുന്നത്. ആയതിനാൽ നാം എല്ലാവരും കർത്താവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ ഇതുപോലെ ദൈവസന്നിധിയിൽ കാണുവാൻ തക്കതിനുള്ള ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ പ്രിയപ്പെട്ട ദാസന്റെ വേർപാടും ഈ പ്രിയപ്പെട്ട ദാസന്റെ ആത്മാവിനും അങ്ങനെ ദൈവം വരാൻ മുഖാന്തരമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മരണത്തെക്കുറിച്ച് വേദപുസ്തകത്തിലുടനീളം സഭയുടെ പാരമ്പര്യത്തിലുമൊക്കെ നമ്മെ ഓർപ്പിക്കുന്നത് ഇതിവിടെ നിന്നു പോകുന്നൊരവസ്ഥയല്ല, പിന്നെയോ നിത്യജീവനിലേക്ക് കടക്കുന്ന ഒരു തുടക്കം എന്നുള്ളതാണ്. വീണ്ടും ഇതിനെക്കുറിച്ച് നമ്മൾ വേദപുസ്തകത്തിൽ പഠിക്കുന്നത്. നാം എല്ലാവരും വിശുദ്ധ മാമോദീസായിലൂടെ വീണ്ടും ജനനം പ്രാപിച്ച് കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തവും അനുഭവിച്ചിരിക്കുമ്പോൾ അവർ മരണത്തെ വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്നാകുന്നുവല്ലോ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ മരണത്തെ വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നുവെന്ന് പുതിയ നിയമം നമ്മെ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്നു. ആകയാൽ വിശ്വാസത്തോടെ ഈ ലോകത്തിൽ ജീവിക്കുവാനും വിശുദ്ധിയോടെ ജീവിച്ച് കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുശരീരത്തിൽ അനുഭവിച്ച കുദാശാനുഷ്ഠാനങ്ങളിലൂടെ വേദപുസ്തക കൽപ്പനകളിലൂടെ സഭാ പാരമ്പര്യത്തിലൂടെ ഒക്കെ യേശുവിനെ അനുഭവിക്കുവാനും യേശുവിനെ പോലെയാകുവാനും യേശുവിന്റെ സന്നിധിയിൽ ചെന്നെത്തുവാനും ദൈവം നമ്മെ എല്ലാവരെയും ഇടയാക്കട്ടെ. പ്രത്യേകിച്ച് സംസ്കാര ശുശ്രൂഷകൾ നമ്മൾ പങ്കുകൊള്ളുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ വില എത്രമാത്രമുണ്ട് എന്നും ഇതൊക്കെ മായയാകുന്നു എന്ന് മനസ്സിലാക്കുവാനും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ യഥാസ്ഥാനപ്പെടുത്തി ക്രമപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാനും ഇടയാക്കുവാൻ സംസ്കാര ശുശ്രൂഷകളും നമുക്ക് മുഖാന്തരമാകട്ടെ എന്ന് ഓർപ്പിക്കുന്നു. അതുകൊണ്ടാണല്ലോ ശലോമൻ ഓർപ്പിക്കുന്നത്, വിരുന്ന് ഭവനത്തിൽ പോകുന്നതിനേക്കാൾ ഉത്തമം വിലാപ ഭവനത്തിൽ പോകുന്നത്. വിലാപ ഭവനത്തിൽ പോകുമ്പോൾ നമ്മെക്കുറിച്ച് തന്നെ ഒരു സ്വയപരിശോധന നടത്തുവാനും അവിടെ നമുക്ക് അവസരം ലഭിക്കുന്നുണ്ട്. ആയതിനുള്ള കർത്താവിൻ്റെ നമുക്ക് തന്നിരിക്കുന്ന ഈ ജീവിതത്തിൽ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത് നല്ലതായും തീരുവാൻ തക്കതിന്മണ്ണവും നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ഇത് മുഖാന്തരമാകട്ടെ.
മരണത്തെക്കുറിച്ച് വേദപുസ്തകം നൽകുന്ന പുതിയ നിയമ ഭാഷ നൽകുന്നത് നിദ്രയെന്നും പഴയ നിയമത്തിൽ അവിടെ കൊടുത്തിരിക്കുന്നത് പിതാക്കന്മാരോട് ചേരുന്നു എന്നുള്ളതുമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 49-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യത്തിൽ ഒരു നല്ല മരണത്തെ നമ്മുടെ ജീവിതം തൻ്റെ ജനത്തോട് ചേരുന്ന ഒരു അനുഭവത്തിലേക്ക് അന്ത്യമായി തീരുവാൻ ഇവിടെ വേദപുസ്തകം നമ്മെ ഓർപ്പിക്കുകയാണ്. ജനത്തോട് ചേരുക എന്ന് പറയുന്നത് ഒരു സജീവമായിരിക്കുന്ന അവസ്ഥയാണ്. കാരണം വേറൊരു സ്ഥലത്ത് കുറച്ച് ജനം നമ്മെ കാത്തിരിക്കുന്നു, അവരോട് കൂടെ പോയ വിശ്വാസം. 40 ദിവസം അവിടെ വൈദ്യന്മാരോട് കൽപ്പിച്ചു എന്ന് പറയുമ്പോൾ പ്രിസ്ബിറ്റേഴ്സും ഒക്കെ അവിടെ തർജ്ജമയിൽ വരുന്നുണ്ടല്ലോ. അപ്രകാരം 40 ദിവസം സുഗന്ധവർഗ്ഗങ്ങൾ അവിടെ ഇട്ടതായിട്ട് അവിടെ പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. വിലാപകാലമായിട്ട് അതിനെ സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിടുന്നു. അല്പനേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. രാവിലെ ഞാനുണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം. എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നലെക്കാളടുപ്പം. എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നലെക്കാളടുപ്പം. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴുമെൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. അപ്പോഴുമെൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. തേടുവാൻ ജഡത്തിൻ സുഖം ഇപ്പോഴല്ല
സ്വന്ത നാട്ടിൽ ദൈവമുഖം കാണുകയത്രേ വാഞ്ചിതം. ഭാരങ്ങൾ കൂടുന്നതിന് ഒന്നും വേണ്ട യാത്രയിൽ, അല്പമപ്പം വിശപ്പിനും സ്വൽപ്പ വെള്ളം ദാഹിക്കിൽ. അല്പമപ്പം വിശപ്പിനും സ്വൽപ്പ വെള്ളം ദാഹിക്കിൽ. സ്ഥലം മഹാവിശേഷം ഫലമെത്ര മധുരം. വേണ്ട വേണ്ട ഭൂപ്രദേശം അല്ല എൻ്റെ പാർപ്പിടം. വേണ്ട വേണ്ട ഭൂപ്രദേശം അല്ല എൻ്റെ പാർപ്പിടം. നിത്യമായോർ വാസസ്ഥലം എനിക്കുണ്ട് സ്വർഗത്തിൽ. ജീവവൃക്ഷത്തിൻ്റെ ഫലം ദൈവപറുദീസായിൽ. ജീവവൃക്ഷത്തിൻ്റെ ഫലം ദൈവപറുദീസായിൽ. എന്നെ തീരേൽപ്പാനായി ദൈവദൂതർ വരുന്നു. വീണ്ടും പോലെ യാത്രയ്ക്കായി പുതുശക്തി തരുന്നു. വീണ്ടും പോലെ യാത്രയ്ക്കായി പുതുശക്തി തരുന്നു. ശുദ്ധന്മാർക്കു വെളിച്ചത്തിൽ ഉള്ള അവകാശത്തിൽ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പൂച്ചെടി പോലെ ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ നൽകുന്നു. കബറുകളുള്ളിൽ നീങ്ങവരോടെഴുതേറ്റു ഉയരവും നിന്നെ സ്തുതി ചെയ്തിടുന്നു. പാർക്കുമോ ചെന്നൈക്കമ്പാനം ചെയ്യുവാൻ പാതാളത്തിൽ പോകാൻ വിടാഞ്ഞ അവൻ ജീവിപ്പാങ്ങത്തിട്ടു മരിച്ചത് ഞാൻ എന്നും കാത്ത തന്നരുടെ മഹത്വം മുറിയോറാകെ
നിറഞ്ഞിരിക്കുന്നവരെ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധാവാസവും കർത്താവേ ഞങ്ങളെല്ലാവരുടെ മേലും വാങ്ങിപ്പോയിരിക്കുന്ന ദാസന്റെ ആത്മാവിന്റെ മേലും ദുഃഖത്തിലപ്പെടുന്നവന്റെ മേൽ നടക്കുന്നില്ല സംസ്കാര ശുശ്രൂഷയുടെ മേലും ഇന്ന് വന്നേ കൊണ്ടായിരിക്കുമാറാകണമേ. ആമേൻ. നമുക്ക് ജീവനെടുപ്പിലാണ് ദാനമായി തന്ന ജീവിതമാണ്. അത് എത്രയാണെന്നുള്ളത് നമുക്കാർക്കും ചിന്തിക്കുവാനോ ഊഹിക്കുവാനോ സാധിക്കത്തില്ല. 3 വയസ്സോ 1 വയസ്സോ അല്ലെങ്കിൽ അതിന് മുമ്പോ 92 100 എത്ര വേണമെങ്കിലും ആകാം. മനോഹരമായ പൂന്തോട്ടത്തിലെ അതിൻ്റെ ഉടമസ്ഥന് ഏത് പൂ പറിക്കാനും അവകാശമുണ്ട്. അത് കൈകാര്യം ചെയ്യുന്ന ആളെ ആ പൂത്തോട്ടത്തിന് മുതലാളിയാണ്, അല്ലെങ്കിൽ ഒരു ഉടമസ്ഥാവകാശം ആർക്കാണോ അവർക്കതെങ്ങനെ വേണം ചെയ്യാനുള്ള അവകാശമുണ്ട്. അതുപോലെ നമ്മെ ഈ ലോകത്തിൽ നിന്ന് ലോകത്തിലേക്ക് സൃഷ്ടിച്ച് ആനയിച്ച് പ്രിയപ്പെട്ട വലിയവനായ ക്രിസ്തുവിനായ എൻ്റെ ദൈവത്തിന് മാത്രമേ അത് സാധിക്കത്തുള്ളൂ. മനുഷ്യരെക്കൊണ്ട് സാധ്യമാകുന്ന സംഗതികളല്ല. പക്ഷേ അതൊക്കെയാണെങ്കിൽ തന്നെ താൻ ഊതി ജീവൻ നൽകിയ ഈ ശരീരം നമ്മെ വിട്ട് പിരിഞ്ഞു പോകുമ്പോൾ നമുക്കെല്ലാവർക്കും പ്രയാസമുണ്ട്. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമുണ്ട്, സ്നേഹിതരുമുണ്ട്. നീണ്ട വർഷക്കാലം ഈ കമ്മ്യൂണിറ്റിയോട് സഹകരിച്ച സഹോദരനോട് സഹകരിച്ച എല്ലാ ആൾക്കാർ, അല്ലെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവരുടെ പ്രിയപ്പെട്ട മക്കൾ, ഭാര്യ, ഇവർക്ക് അവരുടേതായ രീതിയിലുള്ള ദുഃഖങ്ങളുണ്ട്. അത് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം ലഭിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ സമാധാനം ലഭിക്കുവാൻ സാധിക്കത്തുള്ളൂ. എങ്കിൽ പോലും നമുക്ക് അതിനുപരിയായിട്ടൊരു വിശ്വാസമുണ്ട്. പാട്ടുകാരൻ പാടുന്നത് കൂടാരമാകുന്നോരൻ ഭവനം വിട്ടകന്നാലേറെ ഭാഗ്യം. കൂടാരമാകുന്നോരൻ ഭവനം വിട്ടകന്നാലേറെ ഭാഗ്യം. കൈകളാൽ തീർക്കാത്ത മോക്ഷ വീട്ടിൽ തിട്ടമായി തങ്ങു ചെന്നു ചേരും. കൈകളാൽ തീർക്കാത്ത മോക്ഷ വീട്ടിൽ തിട്ടമായി തങ്ങു ചെന്നു ചേരും. ഇതാണ് ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രത്യാശ. ഞാൻ നിങ്ങളിവിടെ ആയിരിക്കുമ്പോൾ ആ ലോകത്തിൽ എത്തപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിൽ ജീവിച്ചിട്ട് ഒരു കാര്യമില്ല, ഒന്നുമില്ല. എത്ര വർഷം ജീവിക്കുന്നു അത്രയും വർഷക്കാലം മറ്റുള്ളവർക്ക് മുറിവേൽപ്പിക്കാതെ ജീവിച്ച് കടന്നു പോകുക എന്നുള്ളത് മാത്രമാണ്. 1000 വർഷക്കാലം ഇതിനു ശേഷമുള്ള ഒരു അനുഭവമുണ്ട്. നോക്കാൻ നമുക്ക് ഈ ആത്മാവിനെ നമ്മളോട് സമ്പാദിക്കുവാൻ സാധിക്കും. അങ്ങനെ വലിയ ഒരു ഉദാഹരണമാണ് ലൂക്കോസിന്റെ സുവിശേഷം അതിൻ്റെ 14-ാമത്തെ അധ്യായത്തിൽ ധനവാന്റെയും ലാസറിന്റെയും കഥ പറയുന്നു. കർത്താവ് പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ്. ധൂമ്രവസ്ത്രം ധരിച്ച കഴുത്തിൽ പൊന്മാരി മണിയുള്ള ഒരു വലിയ ധനാധികായ മനുഷ്യന്
ആ മനുഷ്യരെ ആ താഴെ പറങ്ങിക്കൊണ്ടിരുന്ന മനുഷ്യനെ അഴിച്ച് പുറത്താക്കിയിട്ടുള്ളൂ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. നമ്മൾ അവരെ അഭിനന്ദനം ചെയ്യുന്നവരാണ്. അത്രയും വിഷം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിൽ ജീവിക്കാൻ വേണ്ടി സമ്മതിക്കിട്ടില്ല. പക്ഷേ ധനാന്തിനായ മനുഷ്യൻ അത് ചെയ്തില്ല. അവിടെ പറക്കി നിന്ന് 2 പേരും മരിച്ചിട്ട് ഈ ദാസൻ മരിച്ച് എന്ത് ദൈവദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിൽ വെച്ചു. അബ്രഹാമിന്റെ മടിയിൽ വെച്ചപ്പോൾ താഴെ വളരെ പ്രയാസത്തിലായിരുന്ന ധനവാന് മേലോട്ട് നോക്കിയെന്നാ പറയുന്നത്. മേലോട്ട് നോക്കിയപ്പോൾ അബ്രഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അതിനർത്ഥം നിങ്ങൾ വ്യക്തമായി ചിന്തിക്കണം. ധനവാനെയും അവന്റെ മടിയിൽ ലാസറിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അബ്രഹാമിന്റെ മടിയിൽ ഇരിക്കുന്ന ലാസറിനെയാണ് കണ്ടത്. അപ്പൊ അവന് നോക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അവന് കണ്ടുകൊണ്ട് ആ ആളിനെ വ്യക്തിയെ മനസ്സിലാക്കുവാന് ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ട വ്യക്തിയുടെ അനുഭവമായി പറയുന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിച്ചു. മാത്രമല്ല അവർ ദാഹിച്ചെന്നാ പറയുന്നത്. അതായത് ഇങ്ങോട്ട് അയച്ചിട്ട് എന്റെ നാക്കിനെയും തൊഴിൽ ലാസറിനെ ഈ ലോകത്തിലേക്ക് അയച്ചിട്ട് എന്റെ നാവിനെയും തണുപ്പിക്കണമേ എന്നാണ് പറയുന്നത്. നമുക്കിത് നടക്കുന്ന കാര്യമല്ലല്ലോ, അത് നമുക്കറിയാമല്ലോ. പക്ഷേ അത്രയും രീതി കാണാനും സാധിച്ചു. അവനെ പറ്റിയുള്ള വിചാരവും ഉണ്ടായി. ഇതെല്ലാം നടക്കുന്ന ഒരു അനുഭവമാണ്. ഞാൻ നിങ്ങളോട് ഇത്രയും ഈ കാര്യം പറഞ്ഞൊരു ഉദാഹരണം, ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിയുമ്പോൾ ഈ ശൗര്യലൂട്ടിയുടെ ആത്മാവിനൊന്നും സംഭവിക്കുന്നില്ല. അത് സജീവമായി തന്നെ നിലനിൽക്കുന്നു എന്നോട് ബോധിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ സംഘം പറഞ്ഞത്. ഞാനും നിങ്ങളെല്ലാം ജീവിക്കുമ്പോൾ എൻ്റെ പിതാക്കന്മാരെ എല്ലാം കൂടി മാറ്റപ്പെടും. നമുക്കറിയാം, എബ്രായ ലേഖനം 12-ാം അധ്യായം വിശ്വാസികളുടെ ഒരു വലിയ സമൂഹം നമുക്ക് വേണ്ടി ഇങ്ങനെ ഇരിക്കുന്ന വിശ്വാസികളുടെ ഒരു സമൂഹം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് തന്നെയാണ് പറയുന്നത്. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും മടിയിൽ അവരെ പ്രാർത്ഥിക്കാനായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഇതാണ് അനുഭവം. അപ്പൊ നമ്മൾ ഇവിടുന്ന് മാറ്റപ്പെടുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെങ്കിൽ ഈ മാറ്റപ്പെടുമ്പോൾ യേശുക്രിസ്തുവിന്റെ 2ാമത്തെ ആ പ്രവർത്തിയുടെ പുസ്തകത്തിൽ പറഞ്ഞ ഗലീലാപുരുഷന്മാരെ നിങ്ങൾ ആരെ നോക്കിയിരിക്കുന്നു? നിങ്ങളെ വിട്ടുപോയിക്കുന്നവനായ കർത്താവ് പോയതുപോലെ വീണ്ടും വരും. പിന്നെ തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നു, കർത്താവിന്റെ ഗംഭീരനാഥത്തോടും പ്രധാനമന്ത്രി ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടും കൂടി കടന്നു വരും. അന്ന് ആ മരിച്ചവരായ എല്ലാ ആൾക്കാരും ഉയർത്തെഴുന്നേൽക്കുമെന്നാണ് പറയുന്നത്. ഉദിതനായ കർത്താവിന്റെ ആ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഈ അനർത്ഥമായി പോകും നമ്മുടെ ജീവിതം. അതാണ് ഞാൻ നിങ്ങൾ ചിന്തിക്കണം. നിലനിൽക്കുന്ന അനുഭവമല്ല. അതായത് നിങ്ങൾ നിങ്ങളുടെ ശക്തി അലങ്കരിക്കുന്നുണ്ട് എന്നാ ചോദിക്കുന്നത്. മർത്തോമാ സഭയുടെ ശവസംസ്കാര ശുശ്രൂഷയുള്ള ഭാഗമാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഇത് മാത്രമേ ചിന്തിക്കാനുള്ളൂ. ഇതിന് ശേഷമുള്ള ഒരു നല്ല ജീവിതത്തെ പറ്റി കർത്താവായ യേശു ക്രിസ്തു 2ാമത് വരുമ്പോൾ, എന്റെ കർത്താവ് 2ാമത് വരുമ്പോൾ ആ വരവ് പോലും എന്താണെന്ന് ഒരു മനുഷ്യന് പോലും അറിയത്തില്ല. ദൈവത്തിനല്ലാതെ പുത്രന് പോലും അറിയത്തില്ലെന്നാണ് പറയുന്നത്. എന്റെ വരവ് എന്നെന്ന് എനിക്ക് പോലും അറിയത്തില്ലെന്ന് കർത്താവ് പലതവണ യേശു ക്രിസ്തു പറയുന്നുണ്ട്. ഇതുപോലെ എന്ന് വരുമെന്നോ അതിനെപ്പറ്റിയുള്ള സമയക്രമവും നമ്മുടെ മുമ്പിൽ. പക്ഷെങ്കിൽ ഞാനും നിങ്ങളും ഈ ആത്മാവ് അവരോട് പോയി കാണും. നമുക്കറിയാം, യോഹന്നാനകത്ത് പറയുന്നുണ്ട്, കർത്താവ് ആദ്യം മരിച്ചതിന് ശേഷം മരിച്ച ആൾക്കാരോട് സുവിശേഷം അറിയിക്കാനാണ് പോയത്. അത് വേറൊന്നുമല്ല പോയത്. അവർ തലമുറയിലായിരുന്ന ആത്മാക്കളോട് സുവിശേഷം അറിയിക്കാൻ പോയത്. നമ്മളവർക്ക് ഒരു പ്രയോജനമില്ലാത്തൊരു കാര്യമാണെങ്കിൽ തലമുറയിൽ പോയി സുവിശേഷം പറയുന്നു. ഇല്ല, അത് പ്രയോജനമുണ്ടെന്ന് ഭർത്താവ് വ്യക്തമായിട്ട് അറിയാമായതുകൊണ്ട് മാത്രമാണ് തലമുറയിൽ പോയി അവിടെ മരിച്ച കിടന്ന ആത്മാക്കളോട് സുവിശേഷം പറയുന്നതാണ്. ഈ ഒരു ഭാഗം പറഞ്ഞ് 2 രാജാക്കളുടെ 13:21 പറയുന്നത്, ഏലീശാ മരിച്ചു, അടക്കം ചെയ്തു. മോവാബ് പടക്കൂട്ടങ്ങള് ദേശത്തെ ആക്രമിച്ചപ്പോൾ ഒരു ഡെഡ് ബോഡി ഈ ഏലീശയെ അടക്കിയ കല്ലറയില് മുട്ടിയപ്പോൾ അവൻ ജീവിച്ചെഴുന്നേറ്റ് കാലുകൊണ്ട് നടന്നു പറയുന്നു. അപ്പോൾ ആ ഏലീശായുടെ അസ്ഥികൾക്ക് ശക്തി ഉണ്ടായിരുന്നു. ഏലീശായുടെ അസ്ഥികൾക്ക് ശക്തി ഉണ്ടെങ്കിൽ ആത്മാക്കൾക്ക് ശക്തിയുണ്ട്. അവർക്ക് ഇതെല്ലാം മനസ്സിലാക്കുവാൻ സാധിക്കും. പക്ഷേ നമ്മളോട് സംസാരിക്കുവാൻ സാധിക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ ഈ ഭാഗം നിർത്തുകയാണ്. നിങ്ങൾ ഓർക്കുക, സജീവമായി നിലനിൽക്കുന്ന ഈ ലോകത്തിൽ എനിക്ക് നിങ്ങൾക്ക് ചെയ്യുവാനുള്ളത് എന്തെന്ന് ചോദിച്ചാൽ ഈ ആത്മാവ് നമ്മെ വിട്ട് തീർത്തും പോകുന്നില്ല. സജീവമായി തന്നെ നമ്മുടെ ഇരിക്കൽ തന്നെ നിൽക്കും. പക്ഷെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു ക്രമീകരണം നമ്മൾ ചെയ്യണം എന്ന് ഓർക്കും. ഞാൻ പലപ്പോഴും പറയും,
നമ്മുടെ പിതാക്കന്മാരെ ഓർക്കുക എന്ന് പറയുമ്പോൾ ചെറിയ സംഗതിയല്ല, അത് ചാരിതാർത്ഥ്യം ഉണ്ടാക്കുന്ന ഒരു വലിയ സംഗതിയാണ്. എല്ലായ്പ്പോഴും അവരെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പിതാക്കന്മാരെ പൂർവ്വപിതാക്കന്മാരെ ഞാൻ പലപ്പോഴും ഓർപ്പാറുണ്ട്. എൻ്റെ അപ്പനെ എനിക്കറിയാം, എൻ്റെ വല്യപ്പനെ എനിക്കറിയത്തില്ല. ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ഏതായാലും അവിടെ ചെല്ലുമ്പോൾ ഇവരെയൊക്കെ ഒന്ന് കാണാമല്ലോ ചിന്തിച്ച് അതിനപ്പുറത്തോട് എനിക്കറിയത്തില്ല. എൻ്റെ അപ്പനെ എനിക്കറിയാം, എൻ്റെ വല്യപ്പനെ എനിക്കറിയാം, അതിനപ്പുറത്തോട് ആരെയും എനിക്കറിയത്തില്ല. ബന്ധുമിത്രാദികളാണ്, അവരുടെ സഹോദരങ്ങളെ അറിയത്തില്ല. പക്ഷെങ്കിൽ എന്തെങ്കിലും ഒരു ദിവസം ദൈവം തമ്പുരാൻ എന്നെ വിളിച്ച് അവരോട് മേളിൽ സ്വർഗത്തിൽ കൊണ്ടുപോകുമ്പോൾ അന്ന് ഇവരെയെല്ലാം തിരിച്ചറിയാൻ പേരിൽ വിളിക്കുന്നവനായ കർത്താവ് എന്നെ എല്ലാം മനസ്സിലാക്കി തരും. ഇതിൽ ഇന്ന ആളാണ്, ഇതിൽ ഇന്ന ആളാണ്, ഇന്ന ആൾക്കാരാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി തരും. ആ ഒരു പ്രത്യാശയാണ് നമുക്കുള്ളത്. ഈ സഹോദരന്റെ ആത്മാവിന് നിത്യശാന്തി വരുന്നു. ഇടവകയാണ് ഞാൻ മറ്റു കൂടുതൽ കാര്യങ്ങൾ വികാരിയച്ഛൻ പറഞ്ഞുകൊള്ളും. ഈ ഇടവകയെ എല്ലാ അനുശോചനങ്ങൾ അർപ്പിക്കുന്നു. ഇവിടെ കടന്നു എല്ലാവർക്കും ദൈവമായ കർത്താവ് സമാധാനം കൊടുക്കട്ടെ. പ്രിയപ്പെട്ട മക്കൾക്ക് അതുപോലെ തന്നെ സഹോദരങ്ങൾക്ക് എല്ലാം സമാധാനം കൊടുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. Amen.
നാളിൽ ഉൾക്കൊണ്ടോരുയിരിൻ തിരുമയും മോചനമേകും തിരുരക്തമതും നിങ്ങളതീർത്തേതും ഫലഭാഗി നാമെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും മാറിപ്പോകാത്ത നല്ല ഉന്നതയും എല്ലായ്പ്പോഴും ഇടപെടാതെ കരയേറ്റുവാൻ യോഗ്യരായി തീരണമേ. മരിച്ചവരെ ജീവിപ്പിക്കുന്നവരും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവരും ന്യായാധിപതിയുമായ കർത്താവിനെ സ്തുതി. തന്റെ ദാസന്റെ സംസ്കാര ശുശ്രൂഷ നിർവഹിക്കുന്ന സമയത്ത് തന്നെ നാം ഓർമ്മപ്പെടുത്തണം. ആദിയിലുണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്ന നേതൃത്വം നിലനിൽക്കുന്നവനും തന്റെ പിതാവിന്റെ ബോധത്തിൽ വിശ്വമാരാകമാരോട് തീരുമാനിക്കുന്ന സംഖ്യാതീതമായ നിരങ്ങളും കിടങ്ങളും 10,000 തിരുവൻപാകെ പരിഭ്രമിച്ച് വളർന്നുകൊണ്ട് നിൽക്കുന്നു. പ്രഭുക്കന്മാരും സ്ഥിതിയുള്ള ഗണങ്ങളും സ്വർഗീയ മേഘങ്ങളിൽ നിന്നെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദത്തെ ആക്രോശിക്കുമ്പോൾ മരണം വേണ്ടു പോവുകയും പാതാളം നശിച്ചു പോവുകയും ആദ്യബോധങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമിയിലേക്ക് ഉയർന്നുപോയ സർവ്വ ശരീരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സർവത്തിന്റെ സൃഷ്ടാവും നിർമ്മിതാവും നിലയെ സൃഷ്ടിക്കുവാൻ അവയെ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവനവൻ പ്രവർത്തനങ്ങളിൽ സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പ്രതിപദവും ഭയങ്കരവുമായ നിന്റെ സിംഹാസനത്തിന് മുമ്പാകെ വന്നുകൂടുകയും ചെയ്യുന്നു. ബലവാനും കാരുണ്യവാനുമായ കർത്താവേ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്ന ആ സമയത്ത് മുന്നിലുള്ള പ്രത്യാശയിൽ നിന്ന് പ്രാപിച്ചിരിക്കുന്ന ഈ സഹോദരനെ നിന്റെ വലതുഭാഗത്ത് നിർത്തണമേ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്തവനെ ഞാൻ അവനെ വസിക്കുന്നു. അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ജീവനുള്ള തിരുവായി കൊണ്ട് അതിച്ചില വന്നം ഞങ്ങളും ഈ ദാസനം നിറവേറ്റണമേ. ഞങ്ങളും ഞങ്ങളുടെ വാങ്ങിപ്പോരും നിന്റെ വലതുഭാഗത്തോടെ നിന്റെ കരുണയും കാണുകയും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രം കരയറ്റുകയും ചെയ്യുവാനാകണമേ. ഓശോ രണ്ട് ലോകങ്ങളിലും നിന്ന് വന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. മരണം ബാധിക്കില്ലെന്നേവം വശരായോ വീണ്ടും ഹൃദയഘോഷിക്കാം ശാസ്ത്രീയൻ മഹാകാരുണ്യവാനും ദയാലുവുമായ ദൈവമായ കർത്താവേ, ിരിക്കുന്ന ഈ സഹോദരന് വേണ്ടി ഈ സമയത്ത് കൈക്കൊണ്ട് സ്വർഗീയ വാസസ്ഥാനങ്ങളെ ആശ്വസിപ്പിക്കുകയും കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുമ്പാകുന്ന പ്രസംഗം അർഹനാക്കുകയും ചെയ്യണമേ. Hallelujah.
വൈദേശികരം ദേവം ചൊന്നിടും വാഴ്വിട്ടുടയോൻ വിട്ടതിനാൽ നിൽപ്പാൻ പരമില്ല ദേശികരെന്നോ ഏവം ഭാഷിച്ചു ആലയവാസം കൈവെടിയുക വരിക കർത്താവരുളിയ നാൾ വരെയും ഞാൻ നീവിയതാകും മോഹന നശ്വര മന്ദിരമേ വാഴ്ക ശുഭം നീയേ ഹല്ലേലൂയ ഹല്ലേലൂയ ബാർക്കുമോ ധനസമ്പാദ്യങ്ങൾ വിധി നിലയത്തിൽ ചോദിക്കും സുഹൃതം ചെയ്തെന്നാകിൽ ഫലമുളവായേനെ വാസസ്ഥലവും ധനവും ഞാനുടമസ്ഥർക്കേകി സിംഹാസന സമിതം പോകും നേരം നിർത്തണമേ വലവായിവനെ രക്ഷിപ്പാൻമശിക നീയൻ സങ്കേതം നേത്രം ചാവിരുളിൽ പാതാളത്തിൽ നിൻ ശ്രീപായാളൻ ദൈവം നിങ്ങൾ നിന്നെ ദൈവത്തെ ഓർത്തന്നെ ഓർപ്പിൽ നിങ്ങൾ സാധ്യവാണിൻ നാഥന്മാരെ പ്രാതിവിൻ ഞാനിപ്പോൾ ദൈവം ചൊല്ലും സ്ഥാനം നോക്കി പോകുന്നു ശരണൻ നിദ്രരായോരാത്മത്തെ ശോഭിക്കും നാട് നിർത്തണമേ ഫലമായിവനെ ദാസന്നെ ഗണമേ പുണ്യം നിന്മഹിമോദയ നാഥന്യ നിർത്തണമേ ഫലമായിവനെ ദൈവനാമത്തിന് മഹത്വം കാണിക്കട്ടെ. അതോടൊപ്പം തന്നെ ഈ പ്രിയപ്പെട്ട പിതാവിനെ യാത്ര ചെയ്യുവാനായിട്ട് കടന്നു വന്നിരിക്കുന്ന ഏവരുടെയും ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ജീവിതം ഒരു ഓട്ടമാണ്. ഈ ഓട്ടത്തിനിടയിൽ എവിടെയോ വെച്ച് ചിലപ്പോഴൊക്കെ പതറിപ്പോകുന്ന അവസ്ഥകളുണ്ട്. എങ്കിലും സർക്കാരിന് ഒരു ഉദ്ദേശമുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രത്യാശയുടെ അടിസ്ഥാനം. നാം ഈ ലോകത്തിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ
ദൈവത്തിൻ്റെ ചിന്തയിലും ദൈവത്തിൻ്റെ നിരൂപണത്തിലും ഓരോ മനുഷ്യനെയും ആയുസ് കുറിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. സങ്കീർത്തനക്കാരൻ അത് 7, 70, 80 എന്നൊക്കെ പറയുമ്പോഴും ഓരോ കാലഘട്ടങ്ങളിലും ആയുസ് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യുന്ന താരതമ്യങ്ങളുണ്ടെങ്കിലും ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ നമ്മുടെ ജീവിതം അനുസരിച്ചാണ് നിർവഹിക്കപ്പെടുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ആ ഓട്ടത്തിനിടയിൽ നമ്മുടെ ജീവിതം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന, പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ സംബന്ധിച്ചും ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഓട്ടത്തിനിടയിൽ രോഗങ്ങളും ദുഃഖങ്ങളും പ്രതിസന്ധികളും ഒക്കെ തരണം ചെയ്താണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസവും മനസ്സിലാകുന്നപ്പോൾ രോഗത്തിൻ്റെ അവസ്ഥയിലുള്ള ചികിത്സകളൊക്കെ നിർവഹിക്കുന്ന സമയത്താണ് ദൈവസന്നിധിയിലേക്ക് പെട്ടെന്ന് ഈ പ്രിയപ്പെട്ട പിതാവ് യാത്രയാകുന്നത്. ശരിക്കും കുടുംബാംഗങ്ങളെ സംബന്ധിച്ച് അത് വേദനയുടെ ഒരു നിമിഷമാണ്. പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന അവസ്ഥകളിൽ മരണം കടന്നു വരുമ്പോൾ ഒരു നിമിഷം കൊണ്ട് എല്ലാം അസ്തമിച്ചു പോയി എന്ന് ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന പ്രിയപ്പെട്ട മക്കളെ സംബന്ധിച്ചവര് സഹായം അതുപോലെ തന്നെ ശുശ്രൂഷകളിലും ഒക്കെ ഇടവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു നല്ല അനുഭവമാണ് ഞങ്ങളെ സംബന്ധിച്ച് ഓർത്തെടുക്കുവാനായിട്ടുള്ളത്. അത്തരത്തിൽ ഇടവകയോടും സഭയോടും ഒക്കെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സഹകരണത്തോടെയൊക്കെ പെരുമാറുന്നതായ ഒരു കുടുംബം. ആ കുടുംബത്തിൽ നിന്ന് ഈ പ്രിയപ്പെട്ട പിതാവ് യാത്രയാകുമ്പോൾ ദൈവമേ അവരുടെ സന്നിധിയിൽ പ്രിയപ്പെട്ട പിതാവിന് ആശ്വാസവും സമാധാനം നൽകണമേ എന്ന് മാത്രമാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ശരിക്കും മരണം നമ്മളെയൊക്കെ മാറി പിടിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രത്യാശയും പ്രതീക്ഷയും ക്രിസ്തു പറഞ്ഞ അടിസ്ഥാനത്തിലാണ്. ലാസറിന്റെ കല്ലറയിലേക്ക് ക്രിസ്തു പോകുമ്പോൾ വളരെ വേദനയോടെ എല്ലാവരും കരയുന്നത് കണ്ടപ്പോൾ ക്രിസ്തു അവരോടൊപ്പം കരഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ നിന്നും ഒരാൾ വേർപെടുമ്പോൾ ഉണ്ടാകുന്ന വേദനയും കർത്താവും ദുഃഖിതരാകുന്നുണ്ട്. ജീവിതത്തിന്റെ പ്രതീക്ഷയും പ്രത്യാശയും ക്രിസ്തുവിൽ ജീവിച്ചിരിക്കുന്നവർ മരിക്കുന്നവർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു പുതിയ ലോകത്തിലേക്കുള്ള യാത്രയാണ് എന്നുള്ള ഒരു വലിയ പുനരുദ്ധാരണ പ്രത്യാശയാണ് ദൈവം നമുക്ക് സമ്മാനിക്കുക. ക്രിസ്തു വീണ്ടും കലറകൾ ചെന്ന് അവരോടൊപ്പം കരയുമ്പോഴും ദുഃഖം പങ്കിടുമ്പോഴും ഒക്കെ ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞ് അവരെ എഴുന്നേൽപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. കേവലം വാക്കുകൾക്കപ്പുറമായി പ്രതീക്ഷയോടെയുള്ള കർത്താവിൻ്റെ ഇടപെടലായിരുന്നു നമുക്കറിയാം. നമ്മുടെ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാനും എഴുന്നേൽക്കുവാനും സാധിക്കുമെന്ന് ഓർത്തഡോക്സ് സഭ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യും. ഒരു പ്രധാനപ്പെട്ട അടിസ്ഥാനം കർത്താവ് തിരുശരീരങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളുള്ള നിലയിലാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ ഒരു നാളും മരണം ആസ്വദിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കർത്താവിൻ്റെ തിരുശരീരങ്ങളിൽ ഉള്ള പങ്കാളിത്തം അതാണ് ദൈവത്തോടെ ചേർത്ത് ഈ പ്രിയപ്പെട്ട പിതാവിനെയും ഉയർത്തുന്നത്. അതാണ് ജീവിതത്തിൻ്റെ പ്രഥമമായ സന്ദേശം എന്നുള്ളതും നമുക്ക് വാർത്തെടുക്കുവാനായിട്ട് സാധിക്കുന്നത്. ക്രിസ്തു ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ എൻ്റെ ശിഷ്യന്മാർ പറയുന്നു, ഇതാ മനുഷ്യൻ ജെറുസലേമിലേക്ക് പോകുന്നു, അവിടെ കഷ്ടം അനുഭവിക്കും, അതോടൊപ്പം തന്നെ ക്രൂശീകരണം ഉണ്ടാകും, മരണം വരിക്കും, ഉയർത്തെഴുന്നേൽക്കും എന്നൊക്കെ പറയുമ്പോൾ അവർ അവരെ മാറ്റി നിർത്തിയിട്ട് അങ്ങനെ ഭവിക്കരുതേ എന്നൊക്കെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പക്ഷെ കർത്താവ് നിസ്സാര സംഭവമായിട്ട് പറയുന്നത് ഇത് മറ്റൊന്നുമല്ല, അതിനപ്പുറം 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുന്നുള്ള പ്രത്യാശയാണ്. അതായിരിക്കട്ടെ നമ്മളെയും ഭരിക്കുക, നമ്മളെയും ശക്തീകരിക്കുക, മറ്റൊരു ലോകത്ത് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെയാണല്ലോ നമ്മൾ ഓരോരുത്തരെയും യാത്ര അയക്കുന്നത്. ഈ പ്രിയപ്പെട്ട പിതാവിനെയും യാത്ര അയക്കുവാൻ മറ്റൊരു ലോകത്ത് പ്രതീക്ഷയോടെ ഈ പ്രിയപ്പെട്ട പിതാവിനെയും കണ്ടുമുട്ടാമെന്നുള്ള വലിയ പ്രതീക്ഷ നമുക്ക് പ്രത്യാശപ്പെടട്ടെ. രണ്ടാമതായിട്ട് നമുക്ക് നമ്മുടെ വിശ്വാസമനുസരിച്ച് നല്ലൊരു സംസ്കാരം നൽകുന്ന പതിവുണ്ട്. അത് ഈ ഭൗതിക ശരീരത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുകയും അല്പം കൂടെ കഴിയുമ്പോൾ ഇത് മണ്ണിനോട് ചേരും, അവരിലേക്ക് ഇറങ്ങും എന്നൊക്കെ നമുക്കറിയാം. മുഖമൊക്കെ മൂടി തൈലമൊക്കെ ഒഴിച്ച് അയാൾ ക്രിസ്താത്മസേനയിൽ നിന്നൊക്കെ ഈ ആത്മാവെടുത്തപ്പെട്ട ദൈവമേ നിന്റെ സന്നിധി എത്തണമെന്ന പ്രാർത്ഥനയൊക്കെ ചൊല്ലി പ്രയത്നങ്ങളുള്ള വിടുതലാണ് എന്നൊക്കെയുള്ളതായ ആശയങ്ങളുടെ പിതാക്കന്മാർ അതിനെ ക്രമീകരിച്ച് നമ്മൾ അവരിൽ സംസ്കാരം നിർവഹിക്കും, അവിടെ ഉറങ്ങുന്നു എന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ട്. ഇവിടെ വെച്ച് ഈ ആത്മാവ് ദൈവസഭയിലേക്ക് ചേർക്കപ്പെടുമ്പോഴും
കർത്താവിന്റെ ശരീരത്തിന് പങ്കാളിയായ ഒരു ശരീരമാണ് അവിടെ സംസ്കരിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് നമ്മൾ തുടർന്നുള്ള പ്രാർത്ഥനകളും പ്രധാനമൊക്കെ അർപ്പിക്കുന്നത് അവിടെ പൂർണ്ണം കിട്ടും. അത് മറ്റൊന്നുമല്ല, അത് നിത്യജീവൻ അനുഭവത്തിലാണ് പോയിരിക്കുന്നത് എന്നുള്ള പ്രതീക്ഷയാണ്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസമനുസരിച്ച് നല്ലൊരു സംസ്കാരം നമ്മൾ കൊടുക്കുക. പ്രാർത്ഥനകളിലൂടെ ശുശ്രൂഷകളിലൂടെ ദൈവമേ ഈ പിതാവിന്റെ കുറവുകളൊക്കെ പരിഹരിക്കപ്പെടണമേ എന്നുള്ള പ്രാർത്ഥന. കുറവുകളൊക്കെ പരിഹരിക്കുന്ന ദൈവമാണ്, നമ്മുടെ വീട്ടിലുള്ളതല്ല. പക്ഷെ അവർക്ക് പരിഹരിക്കപ്പെടണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നിങ്ങൾ പിതാവിനെ സംസ്കരിക്കും. ആ തിരിച്ചിലേക്ക് അടങ്ങിയിരിക്കുന്ന കബറുകളിൽ നമ്മൾ തുടർന്നും ധൂപം നിർവഹിക്കുകയും എല്ലാ പ്രാർത്ഥനകളിലും രാവിലെ ദൈവത്തൊട്ടുള്ള പ്രാർത്ഥനകളൊക്കെ വാങ്ങിപ്പോഴുകയും ഓർക്കുകയും ചെയ്യുന്നതാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്ന സന്ദേശം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മൂന്നാമതായിട്ട് എൻ്റെ പ്രിയപ്പെട്ട പിതാവ് കാണിക്കുന്ന നന്മയുടെ പാഠങ്ങളൊക്കെ പിന്തുടരുക എന്നുള്ളതാണ്. കുറവുകളുണ്ട്, കുറ്റങ്ങളുണ്ട്, തെറ്റുകളുണ്ട്, അതൊക്കെ ഉണ്ട്. എങ്കിലും ചില ആരാധന പാഠങ്ങളിൽ, പ്രാർത്ഥനയുടെ പാഠങ്ങളിൽ, പള്ളിയുമായിട്ടുള്ള സഹകരണത്തിൻ്റെ പാഠങ്ങൾ അതൊക്കെ രണ്ട് തലമുറകളിലൂടെ ഒഴിവാക്കപ്പെടുന്ന ഇടയാണ്. ആയതുകൊണ്ട് നന്മയുടെ ഭാവങ്ങൾ അടുത്ത തലമുറകളിലൂടെ പ്രവഹിക്കുവാനൊക്കെ ഇടയാകട്ടെ. ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ദൈവീക സമാധാനം ആശ്വസിക്കും. ക്രിസ്തു പറഞ്ഞ കഴിഞ്ഞുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുകയും എന്നിലും വിശ്വസിക്കും. മറ്റാർക്കും വിശ്വാസം ഒരു പ്രതീക്ഷ നൽകുവാനായിട്ട് സാധിക്കും. നമ്മുടെ കുടുംബാംഗങ്ങളെ ദൈവിക സമാധാനം ആശ്വസിപ്പിക്കട്ടെ. ഇവിടെ സഹോദരൻ ഇടവകയ്ക്കൊക്കെ നൽകിയതായ നന്മകൾ ഒക്കെ ഈ സമയത്ത് ഓർക്കുകയാണ്. തുടർന്ന് നൽകുന്നതായ സ്നേഹമാർക്കും സഹോദരന്റെ കമ്മിറ്റിയുടെ കോൺഗ്രസിനെയൊക്കെ ഓർക്കും തരത്തിൽ മുമ്പോട്ടും എല്ലാവിധമായ നന്മകൾ ഈ യാത്രയ്ക്ക് ദൈവം ചൊരിഞ്ഞു കൊടുക്കട്ടെ. ഉദാഹരണമായിട്ടുള്ള ദൈവിക സമാധാനം ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. നിങ്ങളെല്ലാവരുടെയുള്ള ആദരാഞ്ജലികളും പ്രാർത്ഥനകളും സമർപ്പിക്കുന്നു. വികാരിച്ചുള്ള നന്ദി സമയത്ത് അറിയിക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ ഒരു ദിനാത്മാവത്തുണ്ടായിരിക്കട്ടെ. ഒന്ന് വലിയ സഹോദരങ്ങളെ കർത്താവ് സ്വീകരിക്കും. 59 വർഷം, ഏകദേശം 60 വർഷത്തോളം ലോകത്ത് ജീവിച്ച് ദിവസത്തിൽ എടുക്കപ്പെട്ടിരിക്കുന്ന എതിരാവുന്ന യാത്രയയക്കുക. ഇപ്പോഴത്തെ കാലപരിധി അനുസരിച്ച് നോക്കിയാൽ അല്പം നേരത്തെയാണ് പിതാവ് കടന്നു പോകുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും തോന്നാം. വർഷം ജീവിച്ചിരുന്നു എന്നതല്ല, ഇങ്ങനെ ജീവിച്ചു എന്നതിനാണ് പ്രാധാന്യമെന്ന് നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്. ഈ പിതാവിൻ്റെ ജീവിതത്തെപ്പറ്റി നമുക്ക് ആ രീതിയിൽ കാണുവാനായിട്ട് സാധിക്കുകയില്ല. അല്പം വ്യത്യസ്തത പുലർത്തിയിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ജീവിതത്തോടും ജീവിത രീതിയോടും മറ്റുള്ളവരോടും ഇടവകളോടും ഒക്കെ ഒരല്പം വ്യത്യസ്തത പുലർത്തിയിരുന്നു. വ്യത്യസ്തയോടുകൂടിയാണ് ജീവിച്ചിരുന്നത്. പക്ഷെ ദൈവത്തെ അറിഞ്ഞും ദൈവസ്നേഹത്തെ പറ്റിയുള്ള ബോധ്യത്തോടുകൂടിയാണ് ജീവിച്ചത് എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. വലിയ ആഡംബരങ്ങളോ ആഘോഷങ്ങളോ അങ്ങനെയുള്ള ഒന്നുമില്ല. ശാന്തമായി ജീവിച്ചു. ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ സ്നേഹിക്കപ്പെട്ട് നൽകിയ ഒരു ചെറിയ ജീവിതം വളരെ അനുഗ്രഹീതമായിട്ട് ദൈവസ്നേഹത്തിൽ ബന്ധപ്പെട്ട് ജീവിതങ്ങളെ പറ്റിയാണ് പറയുന്നതൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നുമെങ്കിൽ അതൊക്കെ മനുഷ്യരുടെ ഉള്ളിലെ ഒരു ഉറപ്പാണ്, വിശ്വാസമാണ്. ആ ഒരു ബോധ്യം ദൈവത്തിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ദൈവം സമയമായപ്പോൾ ദൈവം നവരാത്രികളിലേക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നുപോയിരിക്കുകയാണ്. ഇപ്പോൾ നല്ല പ്രതീക്ഷയും സമാധാനവും സ്വസ്ഥതയും നഷ്ടപ്പെട്ട പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അറിഞ്ഞുമറിയാതെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളും തിരക്കുന്നതിനും കർത്താവിൻ്റെ കരുണാസമുദ്രത്തിൽ അവൻ കഴുകി വെളുപ്പാക്കിച്ച് എല്ലാ തെറ്റുകളെയും കുറവുകളെയും ക്ഷണിക്കുന്നവനാദ്യവും ഏറ്റവും സമാധാനവും സ്വസ്ഥതയും എൻ്റെ ജീവിതത്തിൽ നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കഴിവുള്ളൂർ സെൻറ്റ് പീറ്റേഴ്സ് വലിയ പള്ളിയുടെ എല്ലാ ആദരാഞ്ജലികളും പ്രത്യേകമായിട്ട് ഈ വേർപാടിലെ കുടുംബത്തെ അറിയിക്കുകയാണ്. സകലബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ മനസ്സുകളെ ശാന്തമാക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഇടവകയുടെ എല്ലാ ദുഃഖവും, എല്ലാ കുടുംബങ്ങളുടെ എല്ലാ ദുഃഖവും കുടുംബത്തെ അറിയിക്കുന്നു. അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ പ്രാർത്ഥന നടത്തുന്നു. എന്നെ തുടർന്ന് പൂർണ്ണ ശരീരം വിഭാഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. പോലെ ഹല്ലേലൂയ, ഭക്തന്മാരിൽ ദൈവം ോ
പരിശുദ്ധാരുടെ സംബന്ധവും സഹവാസവും ദൈവങ്ങളുടെ പ്രകാരം ദിവസങ്ങളിൽ നിൽക്കപ്പെടുന്ന ആസമയമാകുന്നു. ഇക്കാലത്തായിരിക്കുന്ന സകല കുടുംബാംഗങ്ങളും സംഗീതരായിരിക്കുന്ന സകലപ്പെട്ടു നമുക്കൊന്നല്ല ശുശ്രൂഷകളുടെയും ശേഷം സകലവാങ്ങിപ്പോലുള്ള ആത്മാക്കളുണ്ട് എപ്പോഴെപ്പോഴും ഭവനത്തിലെ ശുശ്രൂഷകൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. തന്നത്തും ബഹുമാനപ്പെട്ട സ്വാമിയുടെ യേശുവിനോടും സ്ത്രീപരിഹാരത്തിനോടുള്ള സ്നേഹാദരവ് ഭവനത്തിന് വേണ്ടി ഇടവയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് സ്നേഹം അറിയിക്കുന്നു. പുതിയ ശരീരം കൊണ്ടുവന്നതിന് ശേഷം ഈ ഭവനത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും ദിവസമായിരിക്കും പ്രത്യേകിച്ചോടുള്ള സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കട്ടെ. അതുകൊണ്ട് നിങ്ങളെല്ലാവരോടുമുള്ള നന്ദി പ്രത്യേക സമയത്ത് അറിയിക്കുകയാണ്. പുതിയ ശരീരം എടുക്കുന്നതിനേക്കാളും മുമ്പ് ഒരു ഫോട്ടോ എടുക്കാനായിട്ടുള്ള സമയമാണ്. ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാൻ എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി വിട്ടെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമൂരിഞ്ഞ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ. മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാൻ. എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ,
കർത്താവേ ഇല്ല തെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമൂരിഞ്ഞ ആറടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ. മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി, കർത്താവേ ജന്മം ധന്യമായി. ശക്തിയാവിനെ സഹായിക്കണമേ. പിശാചുകളോടുകൂടെ വന്ന് രക്ഷിക്കണമേ. എന്റെ പ്രമാണ ലംഘനങ്ങൾ തക്കപോലെ നിഗ്രഹിക്കരുത്. തിരുസന്ദേശം കർത്താവേ, ദുർബലതയിൽ നിനക്ക് തന്നെ തന്നണമേ. ഞങ്ങളെ വിളിക്കപ്പെട്ടിരുന്ന മഹാകരണെ ഞങ്ങളുടെ ഈ ദാസൻ ഓർക്കണമേ. ഞങ്ങളുടെ വർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങൾ അപേക്ഷിക്കുവാനാകണമേ. നിന്റെ കൃപയും കരുണയും എന്റെ മേൽ വിധിക്കണം. വിശ്വസിച്ച ഞങ്ങളുടെ സ്നേഹം നിങ്ങൾ വിശുദ്ധന്മാരുടെ സമദിവസമൊക്കെ നമ്മൾ ആസ്തമമായി ഭവിക്കണമേ. ഞങ്ങളുടെ ശത്രുവായ സാധാരണ ദുഷ്ടാവിനെ ലംഘിച്ചു പോകത്തക്കണം നിന്റെ കരുണയും ദാസനുണ്ടാകണമേ. കർത്താവേ, അനുഗ്രഹീതമാണെന്നവരെ നിന്റെ ദാസനും കൊണ്ടേറിയായി കാവൽക്കാരൻ സഹായം നിവേദിക്കണമേ. അവിടെ ആനന്ദിക്കണമേ. അബ്രഹാമിനെ ശ്രമിച്ചുകൊണ്ട് എല്ലാ ദുഃഖങ്ങളും ക്ലേശങ്ങളും കഷ്ടങ്ങളും സ്മരിക്കുവാൻ സമയാക്കണമേ. കർത്താവേ, നിന്റെ ആരാധനകളെ കൊണ്ടേറിയാക്കണമേ. വെടുപ്പുള്ളതാണെങ്കിലും പാപരഹിതമായ ജീവിതത്തിൽ അന്ധകാലത്തിന്റെ ദുർശനങ്ങളെ മാറാത്ത സമാധാനപരമായ കാരണയാകണമേ. കർത്താവേ, കരുണാദൃഷ്ടിയായി വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. ദുരിതത്തിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തണമേ. ചെയ്യണമേ. നിന്നെ സ്തുതിക്കുന്നവർക്ക് സ്ഥാനത്തും അവനവന്റെ ആവശ്യം സംബന്ധിച്ച ആശയമായതുകൊണ്ട്
ഞങ്ങളുടെ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരങ്ങൾക്കും ഗുരുക്കന്മാർക്കും ഞങ്ങളെല്ലാവരെയും വഹിച്ചിരിക്കുന്നവരെയും ഭാഗ്യകരമായ ഭാഗങ്ങൾ സമ്മാനത്തോടുള്ള ആശ്വാസങ്ങളും അപ്രത്യക്ഷതയും പങ്കുവെക്കുന്നു. കർത്താവേയും ഗുരുതരമായ ശേഷിക്കുന്നവരുമായി രക്ഷപ്രവർത്തകർക്കുള്ള സമ്മാനങ്ങൾ നിന്റെ സ്മരിച്ചു കൊടുക്കുവാൻ വേണ്ടി ദൈവത്തോടുള്ള Oh
ചില ആളുകളിൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവില്ലാതിരിക്കുന്നു. നിങ്ങളെ ലജ്ജിപ്പിക്കുവാനായിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങളിൽ ഒരുവൻ മരിച്ചവർ എങ്ങനെ പുനരുദ്ധാനം ചെയ്യുമെന്നും ഏത് ശരീരത്തോടുകൂടി വരുമെന്നും ചോദിച്ചേക്കാം. നീ വിതയ്ക്കുന്ന വിത്ത് ക്ഷയിക്കുന്നില്ലെങ്കിൽ മുളയ്ക്കുന്നില്ല. നീ വിതയ്ക്കുന്നതുണ്ടാകുവാൻ പോകുന്ന ശരീരമല്ല, ഗോതമ്പിന്റെയോ യാതിന്റെയോ മറ്റേതെങ്കിലും ധാന്യത്തിന്റെയോ മണി മാത്രം. എന്നാൽ ദൈവം തന്റെ ഇഷ്ടമനുസരിച്ച് ഓരോ വിത്തിനും അതിൻ്റെതായ ശരീരം നൽകുന്നു. എല്ലാ ശരീരവും ഒന്നുപോലെയല്ല. മനുഷ്യന്റെ ശരീരം ഒന്ന്, മൃഗങ്ങളുടെ ശരീരം മറ്റൊന്ന്, പക്ഷികളുടെ ശരീരം വേറൊന്ന്, മത്സ്യങ്ങളുടെ ശരീരം വേറൊന്ന്. സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗമിക ശരീരങ്ങളുമുണ്ട്. എന്നാൽ സ്വർഗീയരുടെ തേജസ്സൊന്ന്, ഭൗമികരുടെ തേജസ് മറ്റൊന്ന്. സൂര്യന്റെ തേജസ്സൊന്ന്, ചന്ദ്രന്റെ തേജസ് മറ്റൊന്ന്. നക്ഷത്രങ്ങളുടെ തേജസ് വേറൊന്ന്. നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. അപ്രകാരം തന്നെയാകുന്നു മരിച്ചവരുടെ പുനരുദ്ധാനം. നശ്വരതയിൽ വിതയ്ക്കപ്പെടുന്നു, അനശ്വരതയിൽ ഉദ്ധാനം ചെയ്യുന്നു. ഹീനമായി വിതയ്ക്കപ്പെടുന്നു, മഹത്വത്തോടെ ഉദ്ധാനം ചെയ്യുന്നു. ബലഹീനതയോടെ വിതയ്ക്കപ്പെടുന്നു, ബലിഷ്ഠതയോടെ ഉദ്ധാനം ചെയ്യുന്നു. ഭൗതിക ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉദ്ധാനം ചെയ്യുന്നു. ഭൗതിക ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവുമുണ്ട്. ആദ്യ മനുഷ്യനായ ആദാം ജീവനുള്ളവനായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവുമായി. എന്നാൽ ആദ്യം ആത്മീയനല്ല ഭൗമികനാണ് ഉണ്ടായത്. ആദ്യ മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുണ്ടാക്കപ്പെട്ടവനും രണ്ടാമത്തെ മനുഷ്യൻ സ്വർഗീയനായ കർത്താവുമാകുന്നു. ഭൂമിയിൽ നിന്നുള്ളവൻ എങ്ങനെയിരിക്കുന്നു അങ്ങനെ തന്നെ ഭൗമികനും. സ്വർഗത്തിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെയായിരിക്കും സ്വർഗീയനും. ഭൗമികന്റെ സാദൃശ്യം നാം ധരിച്ചതുപോലെ തന്നെ സ്വർഗീയന്റെ സാദൃശ്യം നാം ധരിക്കും. എന്നാൽ എന്റെ സഹോദരന്മാരെ, ജഡരക്തങ്ങൾക്ക് സ്വർഗരാജ്യം അർഹിക്കാവുന്നതല്ല, നശ്വരമായതിന് അനശ്വരത അർഹിക്കാവുന്നതല്ല എന്ന് ഞാൻ പറയുന്നു. ഇതാ ഞാൻ എന്റെ രഹസ്യം നിങ്ങളോട് പറയുന്നു, നാം എല്ലാവരും എതിരെ പ്രാപിക്കുകയില്ല. അവസാന കാഹളം ഊതുമ്പോൾ കണ്ണിമയ്ക്കുന്നത്ര വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. മരിച്ചവർ അക്ഷയമായി പുനരുദ്ധാനം ചെയ്യുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. എന്തെന്നാൽ നശ്വരമായത് അനശ്വരതയും മധ്യമായത് അമർത്യതയും ധരിക്കുവാൻ പോകുന്നു. ആഹാ നമ്മുടെ ദൈവത്തിന്റെ ജീവൻ ഞങ്ങളെ അറിയിപ്പിനെ കേൾക്കണം. മകർസോല
പിതാവ് തന്റെ പുത്രനെ സ്നേഹിക്കുകയും ചെയ്യുന്നതെല്ലാം അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അത്ഭുതപ്പെടുവാനായിട്ട് അനേകമറിയാനുള്ള പ്രവൃത്തികളെ അവന് കാണിച്ചു കൊടുക്കുന്നു. പിതാവ് മരിച്ചവരെ ജീവിപ്പിക്കുന്നത് പോലെ തന്നെ പുത്രനും തനിക്ക് ഇഷ്ടപ്പെടുന്നവരെ ജീവിപ്പിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെ ബഹുമാനിക്കാനായിട്ട് പിതാവ് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവരെ പിതാവിനെ ബഹുമാനിക്കുന്നില്ല. ഞാൻ സത്യമായും നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവരെന്ന് ചെയ്യുന്നുണ്ട്. അവന്റെ കൂടാതെ ഞാൻ സത്യമായും നിങ്ങളോട് പറയുന്നു, മരിച്ചവരെ പുത്രന്റെ ശബ്ദം കാണുകയും കേൾക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന സമയം വരുന്നു. അതായത് ഇപ്പോൾ തന്നെ ആകുന്നു എന്നാൽ ജീവന്റെ പ്രകാരം പുത്രനും തന്നെ തന്നെ ജീവനുണ്ടായിരിക്കുവാൻ കൊടുത്തിട്ടുണ്ട്. ന്യായത്തിലൂടെയും മൃദുവാനെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. എന്തെന്നാൽ മനുഷ്യപുത്രനാകുന്നു സ്ഥിരീകരിച്ചവരെല്ലാം അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവൻ വേണ്ടി ജന്മ ചെയ്ത നന്മ വിധിക്ക് വേണ്ടി ഇവനൊരു ധാരണ ചെയ്യുന്ന സമയം വരുന്നു. ഇതിൽ നിങ്ങൾ അനുഭവപ്പെടേണ്ട ജീവന്റെ മരണത്തിന്റെ മേലധികാരമുള്ളവനും മരണത്തിന്റെയും യോഗത്തിന്റെ ഉടയവനും ആത്മാക്കളുടെയും സർവ്വജടങ്ങളുടെയും ദൈവമായ വസികാതമ്പുരാനെ നിന്നോട് ഇവിടെ അപേക്ഷിക്കുന്നു. എന്നിൽ വിശ്വസിക്കാൻ നിത്യജീവനുണ്ട്. അതിനായി പണ്ടത്തെ ജീവനിലേക്ക് കടന്നിരിക്കുന്നു ചെയ്ത വസികാതമ്പുരാനെ എന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മരിക്കുന്ന എവന്റെ മരണഗതി കാലം തുടങ്ങിയ ധനവനെ എത്തുന്നതിനിടയ്ക്കാതെ മനസ്സാകാമത്തിലേക്ക് ധൃതിപ്പെട്ടുകൊണ്ടിരിക്കണമെന്ന് ജ്ഞാനസമ്പൂർണമായ മനുഷ്യാകാരത്തിൽ കൽപ്പിച്ച് ക്രമീകരിച്ചവരാണ് ശ്രീമതമ്പരാതി എന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അന്തരീക്ഷത്തിൽ പരിഹരിക്കുന്നതിനുള്ള സഹോദരനുസരിക്കുമാറാകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ എതിരേറ്റനായി പുറപ്പെടുകയും സകല പരിശുദ്ധന്മാരോട് പിതാവിനെയും പരിശുദ്ധ റൂഹായും സ്തുതിക്കുകയും ചെയ്യുക വേണം. സന്തോഷപ്രദമായ പ്രകാശരശ്മികളാൽ ഞങ്ങൾ എല്ലാവരുടെയും ആത്മാക്കളെ പ്രസവിപ്പിക്കണമേ. നാം 3 പ്രാവശ്യം ശ്രീ സഹോദരനെ തിരുസനിൽ സ്വർഗീയ സേവന സഹായിക്കുന്നതിനെ ഇവരുടെ ശരീരത്തിൽ ഭാഗമായി പോരാട്ടം നടത്തുന്നു. പ്രതികൂല ശത്രുവിന്റെ രക്ഷപ്പെടുവാനായി പ്രകാശമാനങ്ങളിൽ വിശുദ്ധന്മാരോട് സംരക്ഷണത്തിനും വിശുദ്ധന്മാരോടുള്ള ബന്ധത്തിനുമായി പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധ ഈ തലങ്ങൾ വിളിക്കപ്പെടുന്നു.
ഒരു നിമിഷം കൊണ്ടുടയോനെ മൃതരെ ജീവിപ്പിക്കും നിരവധി കൂടം ആവിതനായിടും മുതലെഴുന്നേൽക്കും സ്തുതിഗീതം പാടും ശ്രാപിക്കപ്പെടലും പരദീക്ഷാതൻ അവകാശി വരിക പ്രാണപ്രദദേവ വന്ദനമേശോ തരണം ചെയ്തിടുവാൻ കർത്തൃശ്രീമ പാലമതാകട്ടെ സുതനും പിതൃസുഹായി സ്തുതിഗീതത്തോടൊത്തു വണങ്ങിയിടും Father,
ദേവാലയത്തിൽ വെച്ചുള്ള ശുശ്രൂഷകൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ശുശ്രൂഷകൾക്ക് ബന്ധപ്പെച്ചുവന്നതിനായ കുടുംബാച്ചനുള്ള സ്നേഹാദരവുകൊണ്ട് ഭവനത്തിന് വേണ്ടി ഇടവയ്ക്ക് വേണ്ടി സമയം അറിയിക്കുന്നു. ഭവനത്തിലെ ശുശ്രൂഷകർമ്മത്തെ വെച്ച് ബഹുമാനപ്പെട്ട സാധനത്തിന് എസ്ഡിഎച്ചൻ എല്ലാ വൈദിക സഹോദരങ്ങളോടുള്ള സ്നേഹം പ്രത്യേകമായിട്ട് സമയത്ത് അറിയിക്കട്ടെ. ബഹുമാനപ്പെട്ട ജോൺ വർഗീസ് അച്ഛൻ എല്ലാ വൈദിക സഹോദരങ്ങളോടുള്ള നന്ദി അറിയിക്കുന്നു. ഈ പിതാവിൻ്റെ മരണത്തെ പറ്റി അറിഞ്ഞ് ഭവനത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്ത ബന്ധുമിത്രാദികൾ, ചർച്ചക്കാർ, ഇടവേല ആത്മീയ പ്രസ്ഥാനങ്ങൾ, അയൽക്കാർ എല്ലാവരോടുമുള്ള നന്ദി പ്രത്യേകമായിട്ട് ഈ സമയത്ത് അറിയിക്കട്ടെ. പ്രത്യേകിച്ച് ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുത്ത നിങ്ങളെല്ലാവരോടുമുള്ള നന്ദി പ്രത്യേകം ഭവനത്തിനോട് അറിയിക്കുന്നു. സ്ത്രീ സമാജങ്ങളോടുള്ള സ്നേഹം പ്രത്യേകമായിട്ട് സമയത്ത് അറിയിക്കട്ടെ. ഭൗതിക ശരീരം സംസ്കരിക്കുവാനായിട്ട് സമയത്തിലേക്ക് കൊണ്ടുപോകും. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ എത്തുന്നേ. അംഗീകരിക്കപ്പെട്ട
കൂടി അറിയിക്കുന്നു. അതിൻ്റെ ഭക്ഷണം പള്ളിയുടെ 16 ഭാഗത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാവരും സ്വീകരിക്കണമെന്ന് കുടുംബത്തിനാണ് അറിയിച്ചു.